ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിർത്തിയത് റിസീവബിൾസ് മാനേജ്മെൻറ്റാണ്. നമ്മളതിൻ്റെ ടെക്നിക്സാണ് മെയിനായിട്ടും പഠിച്ചത്. ദെൻ അതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റ്സും അതും പഠിച്ചു. ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് വേറൊരു ടോപ്പിക്കും കൂടിയുണ്ട്. അതായത് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു സംഭവം തന്നെയാണ്. വേണമെങ്കിൽ ഒരു റിസീവബിൾസ് മാനേജ്മെൻറ്റ് ടെക്നിക് എന്ന് തന്നെ പറയാം. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കതെല്ലാം നോക്കാം. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ പേരാണ് ഫാക്ടറിങ് സർവീസസ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നമ്മുടെ കമ്പനി ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ആരൊക്കെ വരും? ഡെപ്റ്റേഴ്സും വരും, അല്ലെങ്കിൽ ബിൽസ് റിസീവബിളും വരും. നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തിയാൽ മാത്രമേ ഈ രണ്ട് ഐറ്റംസ് വരുള്ളൂ. അല്ലെങ്കിൽ ക്യാഷ് സെയിൽ മാത്രമാണെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് വരും. ദെൻ നമുക്ക് അവരൊരു ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ടാകും. 1 മന്തോ 2 മന്തോ 3 മന്തോ. അത് കഴിഞ്ഞാൽ അവരോട് ക്യാഷ് കൊണ്ടു തരാനാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് കൊടുത്താൽ ആ ഡ്യൂ ഡേറ്റ് വരെ, സപ്പോസ് ഞാൻ കൊടുത്ത ഒരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 2 മന്ത് ആണെങ്കിൽ ആ 2 മന്ത്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇന്ന് കിട്ടേണ്ട ക്യാഷ് നമുക്ക് കിട്ടണുള്ളൂ. അതായത് ഇപ്പോൾ സപ്പോസ് ഇന്ന് ജൂലൈ 6-ാം തീയതി ഞാനൊരു സെയിൽസ് നടത്തി, വർത്ത് റുപ്പീസ് 1 lakh റുപ്പീസ് വെറുത്തുള്ള ഒരു സെയിൽസ് നടത്തിയെന്ന് വിചാരിക്കുക. ദെൻ ഞാൻ ക്യാഷ് സെയിൽ മാത്രമേ അലൗ ചെയ്യണമെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ മേടിച്ചാൽ ദെൻ ഇത് നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് അലൗ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 1 lakh റുപ്പീസ് ഫുള്ളും ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഈ 1 lakh റുപ്പീസ് നമുക്ക് എന്നാ കിട്ടുള്ളൂ? 2 മന്ത്സ് ആണ് ക്രെഡിറ്റ് പീരീഡ് നമ്മൾ അലൗ ചെയ്തതെന്ന് വെച്ചാൽ ഈ 1 lakh കിട്ടാനായിട്ട് നമ്മൾ സെപ്റ്റംബർ 6th വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 2 മാസം നമ്മുടെ എമൗണ്ട് ബ്ലോക്ക്ഡാണ്. ഈ 1 lakh റുപ്പീസ് നമുക്ക് ബ്ലോക്ക്ഡാണ്, നമുക്കൊരു ആവശ്യത്തിനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഡ്യൂറിങ് ദിസ് 2 മന്ത്സ്, ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, ക്യാഷിന് എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് വേറെ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സർവീസാണ് ഈ ഫാക്ടറിങ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ ആയിട്ട് പറഞ്ഞേക്കുന്നത്. വെൻ എ ഫേം സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്യാഷ് ഈസ് നോട്ട് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. ദർ ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റെസിപ്റ്റ് ഓഫ് ക്യാഷ്. അത് ടൈം ഗ്യാപ്പിനോ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ടൈം ഗ്യാപ്പ് എത്രയാണ്? 2 months. ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഗെറ്റ്സ് ബ്ലോക്ക്ഡ് ഫോർ എ പീരീഡ്. നമ്മുടെ ആ എക്സാമ്പിളിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയായിരുന്നു? 1 lakh റുപ്പീസ്. ദാറ്റ് 1 lakh റുപ്പീസ് ഈസ് ബ്ലോക്ക്ഡ് ഫോർ എ പീരീഡ് ഓഫ് 2 months. 2 മാസത്തിന് 1 lakh റുപ്പീസ് ബ്ലോക്ക് ചെയ്തേക്കാണ്. ദിസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് ആർ കോൾഡ് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. അതിനെ വിളിക്കുന്ന പേരാണ് ഒന്നല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ. ബിസിനസ് എൻ്റർപ്രൈസസ് ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ സെല്ലിംഗ് ദ ഡെപ്റ്റേഴ്സ് ഫോർ എ ക്യാഷ് അറ്റ് എ ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ 2 മാസം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. ഈ 2 മാസത്തിന് ഇടയിൽ എന്തെങ്കിലും ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നാൽ ഇപ്പോൾ ഫേമുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഡെപ്റ്റേഴ്സോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിളോ അറ്റ് എ ഡിസ്കൗണ്ടിന് വേറൊരു ഫേമിന് വിൽക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ വെറുത്തുള്ള ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 6-ാം തീയതി നമുക്ക് എത്ര രൂപ കിട്ടും? 1 lakh റുപ്പീസ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ബി പോസിറ്റീവ്. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു ബാലൻസ് പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്തായാലും സെപ്റ്റംബർ 6-ാം തീയതി നമുക്ക് 1 lakh റുപ്പീസ് കിട്ടും. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു 1 lakh റുപ്പീസിൻ്റെ റിക്വയർമെൻറ്റ് വന്നു, നമുക്ക് ആ ഫണ്ട് വേറൊരു സ്ഥലത്തൊന്നും മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫേമുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ 6-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാണ്ട് ഈ ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ എടുത്ത് ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് വിൽക്കുന്നു. അപ്പോൾ അവരത് മേടിച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് തരും അറ്റ് എ ഡിസ്കൗണ്ട് ആയിട്ട്. അപ്പോൾ 1 lakh റുപ്പീസ് ആണെങ്കിൽ നമുക്ക് 1 lakh റുപ്പീസ് ഒന്നും ഫുള്ളായിട്ട് കിട്ടില്ല. ഇവിടെ 95,000 അല്ലെങ്കിൽ 98,000 ഒക്കെ കിട്ടും. 2 രൂപ അവർക്ക് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ക്യാഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ 98,000 കിട്ടിയത് അത്രയ്ക്ക് ആയില്ലെന്ന് വിചാരിച്ച് അവർ ചെയ്തു. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ് സർവീസ്. ബിസിനസ് എൻ്റർപ്രൈസസ് ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ സെല്ലിംഗ് ദ ഡെപ്റ്റേഴ്സ് ഫോർ എ ക്യാഷ് അറ്റ് എ ഡിസ്കൗണ്ട്. സച്ച് എ ഫിനാൻഷ്യൽ സർവീസ് ഈസ് നോൺ ആസ് ഫാക്ടറിങ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് സെല്ല് ചെയ്യും അറ്റ് എ ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫാക്ടറി. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രോ ആണ്. അതിൻ്റെ മീനിങ് അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് നോക്കാം.
Next, we are going to discuss about the meaning of factoring. Under the introduction, the meaning ആണ് പറയുന്നത്. It simply refers to the selling of receivables by a firm to another party. അതാണ് ഞാൻ സിമ്പിൾ മീനിങ് തന്നെയാണ്. സെല്ലിംഗ് ഓഫ് റിസീവബിൾസ് ഓർ ഡെപ്റ്റേഴ്സ് ഏതെങ്കിലും ആയിക്കോട്ടെ ബൈ എ ഫേം ടു അനദർ പാർട്ടി. നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കിടക്കുന്ന ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിൾ വേറൊരു ഫേമിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് വിൽക്കണമെന്ന് വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ്. ദ ബയ്യർ ഓഫ് ദ റിസീവബിൾ ഈസ് കോൾഡ് ഫാക്ടർ. അപ്പോൾ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഔട്ട്സൈഡ് ഏജൻസി അല്ലെങ്കിൽ അനദർ ഫേമിന് കൊടുക്കണില്ലേ, ആ ഫേമിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. ദ ബയ്യർ ഓഫ് ദി റിസീവബിൾസ് ഈസ് കോൾഡ് ഫാക്ടർ. ദ ഫാക്ടർ ക്യാൻ ബി എ കൊമേഴ്സ്യൽ ബാങ്ക് ഓർ എ ഫിനാൻസ് കമ്പനി. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ആവാം. ആരാണോ ഫാക്ടറിങ് സർവീസ് നടത്തുന്നത്, ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് പോലെ തന്നെ നമുക്ക് ഈ ഫാക്ടറിങ് സർവീസ് നടത്താം. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആവാം അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ആവാം. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദ റിസീവബിൾസ് ആർ സോൾഡ് ബൈ എ ഫേം ടു ദ ഫാക്ടർ. അപ്പോൾ ബയ്യറിനെ വിളിക്കുന്ന പേരെന്താണെന്ന് പറഞ്ഞു, ഫാക്ടർ എന്ന് പറഞ്ഞു. ഇനി നമ്മളെ വിളിക്കുന്ന പേരാണ്, ഞാനാണ് വിൽക്കുന്നത്, എന്നെ വിളിക്കുന്ന പേര് ക്ലയൻറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിലാണ് 1,00,000 രൂപയുടെ വെർത്തുള്ള ഡെപ്റ്റേഴ്സ് ഉള്ളത്. ഇത് ഞാൻ വേറൊരാൾക്ക് വിൽക്കണം. അപ്പോൾ എന്നെ വിളിക്കുന്ന പേര് ക്ലയൻറ്റും ഇനി എന്നിൽ നിന്ന് ആരാണോ വാങ്ങുന്നത്, ഞാൻ നിങ്ങൾക്കാണ് വിൽക്കുന്നത് വെച്ചാൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. ദെൻ ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദ റിസീവബിൾസ് ആർ സോൾഡ് ബൈ എ ഫേം ടു ഫാക്ടർ. ആ ഫേം, അതുകൊണ്ടാണ് ഫേമിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. ആരാണോ വിൽക്കുന്നത് അയാൾ വിളിക്കുന്ന പേര് ക്ലയൻറ്റ്, ആരാണോ വാങ്ങുന്നത് അയാൾ വിളിക്കുന്ന പേര് ഫാക്ടർ. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദ റിസീവബിൾസ് ആർ സോൾഡ് ബൈ ക്ലയൻറ്റ് ടു ദ ഫാക്ടർ. After factoring, the factor take possession of the receivables and responsible for collection. അപ്പോൾ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ റിസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആരുടെ കയ്യിലായിരിക്കും? ഈ ഫാക്ടറുടെ കയ്യിലായിരിക്കും. നമ്മുടെ കമ്പനിയിലെ അസറ്റ് സൈഡിൽ നിന്ന് ആര് പോയി? ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ പോയി. അതിന് നമ്മുടെ അസറ്റ് സൈഡിൽ ഉണ്ടാവില്ല. അതാര് കൊണ്ടുപോയി? നമ്മുടെ ഫാക്ടറി കൊണ്ടുപോയിട്ട് അയാൾ നമ്മൾ കാശ് മേടിച്ചു. അപ്പോൾ ഡെപ്റ്റേഴ്സ് പോയതിന് പകരം നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. പക്ഷേ ഡെപ്റ്റേഴ്സ് എന്ന പേരിൽ ഇനി ആ അസറ്റ് ഉണ്ടാവില്ല. ഇത് ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ ഫാക്ടറിയുടെ കയ്യിലായിരിക്കും. ഇനി അതിൻ്റെ എല്ലാ ഫങ്ഷൻസും, അതായത് നമ്മൾ സമയത്തിന് അവർക്ക് റിമൈൻഡർ നോട്ടീസ് അയക്കുക, അടച്ചില്ലെങ്കിൽ പിന്നാലെ നടക്കേണ്ട എല്ലാ പണികളും ആർക്കാണ് ഉണ്ടാവുക? ഈ ഫാക്ടർക്കാണ് ഉണ്ടാവുക. അതാണ് പറയുന്നത്. ആഫ്റ്റർ ഫാക്ടറിങ് ദി ഫാക്ടർ ടേക്സ് പൊസഷൻ ഓഫ് ദി റിസീവബിൾ. പൊസഷൻ മീൻസ് അയാളുടെ കയ്യിലായിരിക്കും. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കളക്ഷൻ. ആ എമൗണ്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 1,00,000 റുപ്പീസിന് വെറുത്തുള്ള ഡെപ്റ്റേഴ്സാണ് ഞാൻ വിറ്റേക്കുന്നത്. എനിക്ക് 98,000 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അയാളുടെ എത്ര രൂപ വരെ വെറുത്തുള്ളതാണ്? 1,00,000 രൂപ വെറുത്തുള്ള ബിൽസ് റിസീവബിളാണ് ഉണ്ടാവാം. മെച്യൂരിറ്റി ഡേറ്റ് അയാൾക്ക് എത്ര രൂപ കിട്ടും? 1,00,000 രൂപ കിട്ടും. ഡിഫറൻസ് ആയി 2,000 രൂപ അയാളുടെ ലാഭം. ഈ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടണ്ടേ, അത് അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം ഈ 1,00,000 റുപ്പീസ് ഒക്കെ കളക്ട് ചെയ്യേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി പിന്നെ ആർക്കാണ്? ഫാക്ടർക്കാണ്. നമുക്ക് വിറ്റ ഫേമിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇറ്റ് ഓൾസോ അണ്ടർടേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കളക്ഷന് അല്ലെങ്കിൽ കളക്ഷൻ പോളിസിയിൽ ഞാൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള പേപ്പർ വർക്കുകൾ, തന്നെ ഓഫീസ് വർക്ക്, അതൊക്കെ നമ്മൾ നോക്കേണ്ടത് പിന്നെ ആരാണ്? ഫാക്ടറാണ്. കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് യാതൊരു ഡ്യൂട്ടിയും ഇല്ല. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ്. ആ 4th പോയിൻ്റാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് റിസീവബിൾസ് ആർ സോൾഡ് ബൈ എ ഫേം ദറ്റ് ഈസ് ക്ലയൻറ്റ് ടു ദ ഫാക്ടർ. നമ്മുടെ റിസീവബിൾസ് ക്ലയൻറ്റ് ഫേം ഫാക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ അഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫാക്ടറിങ് ദ ഫാക്ടർ ഹാസ് ദ പൊസഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ കളക്ടിങ് ദിസ് എമൗണ്ട്. ആ ഫാക്ടർക്കാണ് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡെഫിനേഷൻ ഓഫ് ഫാക്ടറിങ്. നമ്മളതിന് നേരത്തെ മീനിങ് പഠിച്ചു, ഞാൻ ഡെഫിനേഷൻ പഠിക്കണം. ഡെഫിനേഷനാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഫാക്ടറിങ് മേ ബി ഡിഫൈൻഡ് ആസ് selling the receivables of a firm at a discount to a financial organization. ഒരു ഫേമിൻ്റെ കയ്യിലുള്ള റിസീവബിൾസ് അറ്റ് എ ഡിസ്കൗണ്ട് വില കുറച്ചിട്ട് വേറൊരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷന് സെല്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ്. നമ്മൾ നേരത്തെ മീനിങ്ങിൽ പഠിച്ച അതേ മീനിങ് തന്നെയാണ് ഡെഫിനേഷനായിട്ട് പഠിക്കുക. സെല്ലിംഗ് ദ റിസീവബിൾസ് ഓഫ് എ ഫേം അറ്റ് എ ഡിസ്കൗണ്ട് ടു എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. The cash from the sale of receivables provide finance to the selling company, that is client.
അതായത് ക്ലയൻറ്റിനെ ഇങ്ങനെ ഒരു ഫാക്ടറിങ് സർവീസ് അണ്ടർടേക്കൺ ചെയ്യുമ്പോൾ ആ ക്ലയൻറ്റിനെ ആ സെല്ലിംഗ് കമ്പനിക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഒരു ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റിനെ അവർക്ക് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാഷ് ഈ ഫാക്ടറിങ് സർവീസിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് ദി റിസീവബിൾ. ദ ക്യാഷ് അതായത് ഫാക്ടറിങ് സർവീസിലൂടെ കിട്ടുന്ന ക്യാഷ് പ്രൊവൈഡ്സ് ഫിനാൻസ് ടു ദി സെല്ലിംഗ് കമ്പനി. സെല്ലിംഗ് കമ്പനിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the difference between the face value of the receivables and payment from the factor is the profit of the factor. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആക്ച്വലി എൻ്റെ വർത്ത് എത്രയായിരുന്നു? 1 lakh rupees ആയിരുന്നു. പക്ഷേ ഫാക്ടർ നമുക്ക് എത്ര തന്നുള്ളൂ? 98,000 തന്നുള്ളൂ. ആ ഡിഫറൻസ് ആയ 2,000 ആണ് ഫാക്ടറുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ. ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ഓഫ് ദി റിസീവബിൾസ് ആൻഡ് ദി പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ഫാക്ടർ. അതായത് നമ്മുടെ റിസീവബിളിൻ്റെ ഫേസ് വാല്യൂ ഫാക്ടർ നമുക്ക് എത്രയാണോ തന്നത് അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ഓഫ് ദി ഫാക്ടർ. അതാണ് ആ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിങ്. ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ടു ക്യാഷ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ക്രെഡിറ്റ് അസറ്റ് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ടു ക്യാഷ്. നമ്മുടെ കയ്യിൽ നമുക്കൊരു അസറ്റിനെ നമുക്ക് ലിക്വിഡ് അല്ലാത്തൊരു അസറ്റിനെ നമുക്ക് എന്താക്കാൻ മാറ്റാൻ പറ്റും? ലിക്വിഡ് അസറ്റായ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്രെഡിറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഫാക്ടർ. അതായത് നമ്മൾ ടൈപ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനെ അസോസിയേറ്റുള്ള റിസ്ക് എല്ലാം നമുക്ക് ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഫാക്ടറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമുക്ക് പിന്നെ എന്തിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട? ഡെപ്റ്റർ എന്ന കോൺസെപ്റ്റിൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന ആ ടാസ്കിനെ കുറിച്ച് നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഫുൾ ആര് ചെയ്തോളും? ഈ ഫാക്ടറി ചെയ്തോളും. അപ്പോൾ നമുക്ക് മറ്റ് ഏരിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന ആ പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദ റിസ്ക് അസോസിയേറ്റഡ് with the credit are transferred to the factor. It act as a intermediary between buyer and seller. ഇവിടെ ബയ്യർ ഉദ്ദേശിക്കുന്നത് ക്ലയൻറ്റ് ഡെപ്റ്റർ. അതായത് ഫാക്ടറിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ബിസിനസ്സിൽ ആദ്യം നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ അതിൽ 2 ആൾക്കാരുണ്ടാവുള്ളൂ. ആരൊക്കെയാ? സെല്ലറും ബയ്യറും. ഒന്ന് നമ്മളും പിന്നെ ആരാണോ നമ്മിൽ നിന്ന് പ്രൊഡക്റ്റ് ക്രെഡിറ്റിൽ മേടിച്ചത് അയാളും. അത് ഫാക്ടറിങ് ഇല്ലെങ്കിൽ ഈ 2 പേരും ഉണ്ടാവുള്ളൂ. ഇനി ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൽ 3 ആൾക്കാർ വന്നു. ഒന്ന് ബയ്യർ, ഒന്ന് സെല്ലർ, മൂന്നാമത്തെ ആൾ ഫാക്ടറായിട്ട് വരും. അപ്പോൾ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ ഫാക്ടർ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഈ ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ. ആഫ്റ്റർ ഫാക്ടറിങ് ദ സെല്ലിംഗ് ക്രെഡിറ്റ് സെയിൽ പ്രോസസ് ഇൻവോൾവ് 3 parties: buyer, seller and factor. Then after factoring, the factor work as a or act as a intermediary between buyer and seller. ഈ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടനിലക്കാരനായിട്ട് നമുക്ക് ആര് വരും? ഈ ഫാക്ടർ വരും. കാരണം അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീലിങ്സ് ഒക്കെ പിന്നെ ആരാണ് ചെയ്യുക? ഈ ഫാക്ടറാണ് ചെയ്യുക. സെല്ലർക്ക് പ്രത്യേകിച്ച് ഒരു റോൾ അവിടെ ഇല്ല. അതാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ബയ്യർ, ദാറ്റ് ഈസ് ക്ലയൻറ്റ് ഡെപ്റ്റർ, ആൻഡ് ദി സെല്ലർ, ദാറ്റ് ഈസ് ക്ലയൻറ്റ്. A factor specializes in handling and collecting receivables. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ഫാക്ടറി സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രിലിമിനറി നോളജൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ പ്രിലിമിനറി നോളജൊക്കെ അക്വയർ ചെയ്ത ഒരാളായിരിക്കും ഫാക്ടറി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അയാൾക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ആളുടെ വർക്ക് കുറച്ചും കൂടി സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. അയാൾക്ക് എങ്ങനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് അറിയാം, എങ്ങനെയാണ് ഡെപ്റ്റ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യേണ്ട കളക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളുടെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ കമ്പനിക്ക് കിട്ടാനുള്ള ക്യാഷൊക്കെ ഓൺ ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എ ഫാക്ടർ സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ടിങ് റിസീവബിൾസ്. അയാൾക്ക് പ്രോപ്പർ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് റിസീവബിൾസ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓൺ ടൈമിൽ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഏതൊക്കെ വേസ് ആണെന്ന് അഡോപ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ആർക്ക് ഉണ്ടാവും? ഈ ഫാക്ടർക്ക് ഉണ്ടാവും. Then a factor is responsible for sales accounting, debt collection, credit monitoring, protection from bad debts and rendering advisory services.
ഇനി ഈ ഫാക്ടർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റെസ്പോൺസിബിൾ ഫോർ സെയിൽസ് അക്കൗണ്ടിങ്, ഇതിൻ്റെ പ്രോപ്പർ അക്കൗണ്ട്സ്. ആ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഡെപ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ആരുടെ കയ്യിലായിരിക്കും? ഫാക്ടറുടെ കയ്യിലായിരിക്കും. ദെൻ ആഫ്റ്റർ ഫാക്ടറിങ് ഓൾ ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ദാറ്റ് ഡെപ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ ബൈ ദാറ്റ് ഫാക്ടർ. പിന്നെ അയാളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. ദെൻ ഡെപ്റ്റ് കളക്ഷൻ ഓൺ ടൈമിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചെടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫാക്ടറുടെ ഡ്യൂട്ടിയാണ്. ക്രെഡിറ്റ് മോണിറ്ററിങ്, അതിനെ കൃത്യമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സെയിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. എന്നാണ് ഡ്യൂ ഡേറ്റ് ആവുക, എന്നാണ് നമ്മൾ റിമൈൻഡർ ലെറ്റർ അയക്കേണ്ടത്, ഡ്യൂ ഡേറ്റിൽ എത്ര പേര് തരാത്ത ആൾക്കാരുണ്ട്, അവർക്ക് എന്തൊക്കെ ആക്ഷനാണ് നമ്മൾ എടുക്കുക, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തേണ്ടത് ഫാക്ടറിങ് ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം ബാഡ് ഡെറ്റ്സ്, മാക്സിമം എന്തിനു ട്രൈ ചെയ്യുക? ബാഡ് ഡെറ്റ്സ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് ഇല്ലാണ്ടാക്കാനായിട്ട് ആര് ട്രൈ ചെയ്യണം? ഈ ഫാക്ടറി ട്രൈ ചെയ്യണം. കാരണം അയാൾക്ക് അതൊരു ബിസിനസ് മാത്രമേ വേറൊരു കാര്യങ്ങളും അയാൾ ബോധറേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും ഏതൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് അവർ ഡ്യൂ ആക്കിയിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അയാൾ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ബാഡ് ഡെറ്റ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ റെൻഡറിങ് അഡ്വൈസറി സർവീസസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു പ്രിലിമിനറി നോളജ് അക്വയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കുന്നതിന് എന്തൊക്കെ വേസ് ആണുള്ളതെന്നറിയാം. ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഈ ഫാക്ടർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ ചിലപ്പോൾ നമുക്ക് അഡ്വൈസറി സർവീസസ് തരും. ഇന്ന ക്രൈറ്റീരിയകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്താൽ മതി. നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇവാലുവേറ്റിംഗ് ദ അപ്ലിക്കൻസ് പഠിച്ചില്ലേ? ആ ഇവാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയകൾ വെക്കുക. ഒരു ഫിനാൻഷ്യൽ സൗണ്ട് ആയിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി എല്ലാവർക്കും ഇങ്ങനെ നിരത്തി പിടിച്ച് ക്രെഡിറ്റ് സെയിൽ കൊടുക്കണ്ട. ഒരു ഇവാലുവേഷനൊക്കെ വെച്ച് അതിലൊരു ക്രൈറ്റീരിയ ഒക്കെ വെച്ച് അത് പാസ്സാവുന്ന കസ്റ്റമേഴ്സിന് മാത്രം ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാഡ് ഡെറ്റ്സ് കുറയും, നമുക്ക് കുറച്ചും കൂടി റിസീവബിൾസ് മാനേജ്മെൻറ്റ് സ്മൂത്തായിട്ട് പോകണം. അങ്ങനെയുള്ള പലതരത്തിലുള്ള അഡ്വൈസറി സർവീസസും ആര് പ്രൊവൈഡ് ചെയ്യും? ഫാക്ടർ ക്ലയൻറ്റിന്, അതായത് ഫാക്ടർ കമ്പനിക്ക്. ആളുടെ കയ്യിൽ നിന്നാണോ ഈ റിസീവബിൾസ് വാങ്ങുന്നത് ആൾക്ക് ഈ ഫാക്ടർ അഡ്വൈസറി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. എ ഫാക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സെയിൽസ് അക്കൗണ്ടിങ്, ഡെപ്റ്റ് കളക്ഷൻ, ക്രെഡിറ്റ് മോണിറ്ററിംഗ്, പ്രൊട്ടക്ഷൻ ഫ്രം ബാഡ് ഡെറ്റ്സ് ആൻഡ് റെൻഡറിംഗ് അഡ്വൈസറി സർവീസസ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഫാക്ടറിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇതൊരു റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിംഗിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫാക്ടറിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫാക്ടറിംഗ് ടോട്ടൽ നമുക്ക് 6 ടൈപ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റീകോഴ്സ് ഫാക്ടറിംഗ്. റീകോഴ്സ് ഫാക്ടറിംഗ്, അത് ഞാൻ മീനിങ് വായിക്കാം. ഫാക്ടർ ഓൺലി മാനേജസ് ദ റിസീവബിൾസ് വിത്തൗട്ട് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. അതായത് ബാഡ് ഡെറ്റ്സ് ആയാൽ നമുക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫാക്ടറിങ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പൊസിഷൻ ആരുടെ കയ്യിലായിരിക്കും? ഫാക്ടറുടെ കയ്യിലായിരിക്കും. ആളാണ് പിന്നെ ആ ഫണ്ട് കളക്ട് തിരിച്ച് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫാക്ടറായിരിക്കും. പക്ഷേ ബൈ ചാൻസ് അത് ബാഡ് ഡെറ്റ്സ് ആയെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000 രൂപ വെറുത്തുള്ള റിസീവബിൾസ് ആണ് നമ്മൾ വിറ്റത്. അത് നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 98,000 എമൗണ്ട് ഒക്കെ മേടിച്ച് വെച്ച് നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആഫ്റ്റർ 2 മന്ത്സ് നമ്മൾ ഈ കസ്റ്റമർ ആർക്ക് കാശ് കൊടുത്തില്ല? ഫാക്ടറിക്ക് കാശ് കൊടുത്തില്ല. ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കസ്റ്റമറെ അറിയിക്കൂട്ടെ, എനിക്കല്ല കാശ് തരേണ്ടത്, ഞാനിങ്ങനെ ഫാക്ടറിങ് നടത്തിയിട്ട് ഇന്നയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ അയാൾക്ക് കാശ് കൊടുത്താൽ മതി നമ്മൾ നമ്മുടെ കസ്റ്റമറെ അറിയിക്കും. അപ്പോൾ ശരിക്കും അപ്പോൾ ഓൺ ഡേറ്റിൽ അവർ നമുക്ക് കാശ് കൊണ്ടതിന് പകരം അവർ നേരിട്ടിട്ട് ഫാക്ടറിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ഒരു ഡേറ്റ് വന്നിട്ടും ഈ ഫാക്ടർ കൊടുത്തില്ല. അയാൾ പിന്നെ കുറേ നമ്മളന്ന് പഠിച്ച റിമൈൻഡർ ലെറ്ററുകൾ, അതുപോലെ ടെലിഫോൺ കോൾസ്, പേഴ്സണൽ വിസിറ്റ്, ലോ അതൊക്കെ നമ്മൾ നോക്കിയിട്ടും ലീഗൽ ആക്ഷൻ ഒന്നും എടുത്തിട്ടും കാശ് തന്നില്ലെങ്കിൽ അതെന്തായിട്ട് നമ്മൾ മാറ്റും? ബാഡ് ഡെറ്റ്സ് ആക്കി മാറ്റും. അങ്ങനെ നമ്മൾ അണ്ടർടേക്കൺ ചെയ്ത ഫാക്ടറിങ് റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ അങ്ങനൊരു ബാഡ് ഡെറ്റ്സ് ഉണ്ടായാൽ നമ്മൾ പിന്നെ ഈ ഫാക്ടറിക്ക് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് മേടിച്ച 98,000 തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും.
അതായത് ആള് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് അണ്ടർടേക്കൺ ചെയ്യില്ല. നമ്മൾ ഫാക്ടറിങ് നടത്തിക്കഴിഞ്ഞ ഡെപ്റ്റേഴ്സ് ബൈ ചാൻസ് ഡെപ്റ്റേഴ്സ് ബാഡ് ഡെറ്റ്സ് ആയിട്ട് മാറിയാൽ നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ള ക്യാഷ് ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും? ഫാക്ടർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000 രൂപ വർത്തുള്ളതിൽ നമ്മൾ എത്ര രൂപ മേടിച്ചു? 98,000 മേടിച്ചു. ഡ്യൂ ഡേറ്റിൽ ഈ 1,00,000 ഫാക്ടർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ ആ 1,00,000 ഫാക്ടർക്ക് കിട്ടിയില്ലെങ്കിൽ ആര് കോമ്പൻസേഷൻ കൊടുക്കണം? നമ്മൾ ആ ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് മേടിച്ച 98,000 റുപ്പീസ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഏത് ഫാക്ടറിങ് ആണെങ്കിൽ? റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ ദ ഫാക്ടർ ഡസ് നോട്ട് അണ്ടർടേക്ക് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് വിത്തൗട്ട് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. ഫാക്ടർ ബാഡ് ഡെറ്റ്സ് ബാക്കി എല്ലാ റിസ്ക്കും അയാൾ അണ്ടർടേക്കൺ ചെയ്യും, പക്ഷെ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റിസ്ക് അണ്ടർടേക്കൺ ചെയ്യില്ല. ബാഡ് ഡെറ്റ്സ് ആയാൽ അതിനുള്ള കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ടൈപ്പ് ഓഫ് ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് റീകോഴ്സ് ഫാക്ടറിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അസൈൻമെൻറ്റ് ഓർ പ്ലഡ്ജിങ് എഗ്രിമെൻറ്റ്. ഇതിന് വേറൊരു പേരാണ്. റീകോഴ്സ് ഫാക്ടറിങ്ങിൻ്റെ വേറെ പേരാണ് അസൈൻമെൻറ്റ് ഓർ പ്ലഡ്ജിങ് എഗ്രിമെൻറ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ആയിട്ട് വരുന്നത്. Then the second one is the opposite ആണ് non-recourse factoring. That means നേരത്തെ ഓപ്പോസിറ്റ്. The factor undertakes the risk of bad debts by suppose എന്തുണ്ടാവും? അങ്ങനെ റിസ്ക് ബാഡ് ഡെറ്റ്സ് ഉണ്ടായാലും അത് നമ്മൾ കോമ്പൻസേഷൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 രൂപ ഫാക്ടറിക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളാണ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും മെഷേഴ്സ് എടുത്തിട്ട് ആ ബാഡ് ഡെറ്റ്സ് കയ്യിൽ നിന്ന് ആ ഡെപ്റ്റേഴ്സിനെ കയ്യിൽ നിന്ന് ഫണ്ട് തിരിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അയാളത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈപ്പ് ഓഫ് റീകോഴ്സ് ഫാക്ടറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നോൺ റീകോഴ്സ് ഫാക്ടറിങ്. ഫാക്ടർ അണ്ടർടേക്സ് ഓൾ ദ റിസ്ക് ഇൻക്ലൂഡിങ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. അയാൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ റിസ്ക്കും കൂടി അണ്ടർടേക്കൺ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ നോൺ റീകോഴ്സ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിസ്കൗണ്ട് ഫാക്ടറി ചാർജ് ചെയ്യുന്ന കമ്മീഷൻ കൂടുതലായിരിക്കും കേട്ടോ, കാരണം അയാൾ റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് എടുക്കുമ്പോൾ അയാൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടണ്ടേ. അപ്പോൾ റീകോഴ്സ് ഫാക്ടറിങ്ങിൽ കമ്മീഷൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 ചിലപ്പോൾ 2,000 റുപ്പീസ് ഒക്കെ കമ്മീഷൻ എടുക്കുന്നുണ്ടാവുള്ള ഏതിൽ? റീകോഴ്സ് ഫാക്ടറിങ്ങിൽ. പക്ഷെ നമ്മൾ അണ്ടർടേക്കൺ ചെയ്യുന്ന നോൺ റീകോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ ദ ഫാക്ടർ മേ ചാർജ് ഹൈ റേറ്റ് ഓഫ് കമ്മീഷൻ, അതിന് ഡിസ്കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ പ്രാക്ടിക്കൽ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അതങ്ങനെ തന്നെ വരെ. കാരണം ഈ നോൺ റീകോഴ്സിൽ അയാൾ വലിയ റിസ്ക് എടുക്കണത്, കാരണം നമുക്കറിയില്ല ബാഡ് ഡെറ്റ്സ് ആവില്ല എന്ന്. ബൈ ചാൻസ് ബാഡ് ഡെറ്റ്സ് ആയാൽ എന്തെങ്കിലും എമൗണ്ട് ഫാക്ടറിക്ക് നഷ്ടമാവും. അപ്പോൾ അവൾ റിസ്ക് എടുക്കുന്നതിന് അയാൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടിയിരിക്കണം. അപ്പോൾ ആ സെക്കൻഡ് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് നോൺ റീകോഴ്സ് ഫാക്ടറിങ്. Then the third one is maturity factoring. Maturity factoring meaning വായിക്കാം. The factor does not pay any cash in advance. He pays only when he receives fund or guarantee from the customers. It is also called a collection factoring. അതായത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഡെപ്റ്റേഴ്സ് വേറൊരാൾക്ക് വിൽക്കുന്നു. ഇൻ റിട്ടേൺ അവർ ഇപ്പോൾ ക്യാഷ് തരില്ല. ഓൺലി അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഓർ ഒരു കസ്റ്റമർ ഒരു ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്താലാണ് ആര് ഫാക്ടർ കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ക്യാഷ് കൊടുക്കുള്ളൂ. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെച്യൂരിറ്റി ഫാക്ടറിങ് നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റിസീവബിൾസ് വിൽക്കുന്നു. ആരുടെ കയ്യിലായിരിക്കും പൊസഷൻ? ഫാക്ടറുടെ കയ്യിലായിരിക്കും പൊസഷൻ. പക്ഷെ എന്തുമാത്രം കുറവുണ്ട്? ഫാക്ടറി ക്ലയൻറ്റിന് ആ വിറ്റ സമയത്ത് ക്യാഷ് കൊടുക്കില്ല. എന്നാണോ മെച്യൂരിറ്റി ആവുന്നത് അന്ന് ആര് കാശ് കൊണ്ടുവരും? കസ്റ്റമർ ഫാക്ടറിക്ക് കാശ് കൊണ്ടു കൊടുക്കും. ദെൻ അപ്പോൾ ക്ലയൻറ്റിന് കാശ് കിട്ടും. അല്ലെങ്കിൽ കസ്റ്റമർ ഒരു ഗ്യാരണ്ടി ഇൻ റിട്ടേൺ കൊടുത്താൽ മാത്രമേ ഫാക്ടറി ക്ലയൻറ്റിന് ക്യാഷ് കൊടുക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാക്ടറിങ് അണ്ടർടേക്കൺ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനും ടെൻഷനില്ല. ഡെപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞോണം റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു പ്രോസസ്സ് നമുക്ക് ടോട്ടലി സ്കിപ്പ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് ചെയ്തോളും? ഫാക്ടർ ചെയ്തോളും. അപ്പോൾ ഇറ്റ് ഈസ് ആ ടൈപ്പ് ഓഫ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചെയ്യേണ്ട വർക്ക് വേറൊരാളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന വർക്ക് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ത്രൂ ഫാക്ടറിങ് നടത്തണമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി factoring. The factor does not pay the cash in advance. He pays only at the time of maturity after receiving cash from the customers or after receiving a guarantee from the part of the customers. അപ്പോൾ മാത്രമേ ഇയാൾ എന്ത് കൊടുക്കുള്ളൂ? ഈ ഫാക്ടറി ക്ലയൻറ്റിന് കാശ് കൊടുക്കുള്ളൂ.
അപ്പോൾ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഫണ്ടിന് റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് ഏത് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ മെച്യൂരിറ്റി ഫാക്ടറിങ് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇമീഡിയറ്റ് ക്യാഷ് കിട്ടുന്നില്ല. ഇത് നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നൊരു ആക്ടിവിറ്റി ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെച്യൂരിറ്റി ഫാക്ടറിങ് എന്നൊരു പേര് എന്ന ആ ടൈപ്പ് നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാം. ഇതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് കളക്ഷൻ ഫാക്ടറിങ് ആണ്. കാരണം നമ്മളിത് എന്തിനാണ് ഏൽപ്പിക്കുന്നത്, കളക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം. ബിസിനസ്സിന് നമുക്കതിനൊന്നും നേരമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ കുറേ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഫാക്ടറിങ്. ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ടൈപ്സ് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ റീകോഴ്സ് വിത്തൗട്ട് അണ്ടർടേക്കിംഗ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ്. Second one is non-recourse, that is undertakes the risk of bad debts. And last one is maturity payment. The factor makes payment to the client only at the time of the maturity. ഇങ്ങനെ 3 ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഈസ് അഡ്വാൻസ് ഫാക്ടറി. Advance factory here means factor makes advance payment of about 80% of the invoice value. അതായത് നമ്മൾ ഫാക്ടറിങ് നടത്തിയാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് കിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു 1 lakhന് പകരം 90,000 ഒക്കെ കിട്ടും. ഇവിടെ അങ്ങനെയല്ല, ടോട്ടൽ വർത്തിൻ്റെ 80% അഡ്വാൻസ് ആയിട്ട് തരുള്ളൂ. റിമൈനിങ് എമൗണ്ട് ആഫ്റ്റർ കമ്മീഷൻ നമുക്ക് എന്നാ കിട്ടുള്ളൂ, മെച്യൂരിറ്റി ഡേറ്റിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്നില്ല. ടോട്ടൽ നമ്മുടെ റിസീവബിൾസിൻ്റെ വർത്തിൻ്റെ 80% മാത്രം നമുക്ക് ഫാക്ടർ തരുന്നു നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ഫാക്ടറിങ്. ആൻഡ് ദ ബാലൻസ് 20% ആഫ്റ്റർ ഡിഡക്റ്റിംഗ് കമ്മീഷൻ ഈസ് റിസീവ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. നമുക്ക് മെച്യൂരിറ്റി സമയത്ത് കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അഡ്വാൻസ് ഫാക്ടറി. ഓക്കെ, ഫുൾ കിട്ടുന്നില്ല, 80% മാത്രം. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. The factor gives advances to the client and collects interest from the period extending from the date of advance to the date of collection. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മൾ ഫാക്ടറിങ് നടത്തുന്നു. 1 lakh റുപ്പീസിനുള്ള റിസീവബിൾസ് നമ്മൾ ഫാക്ടറിങ് നടത്തി അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ കളക്ട് ചെയ്ത് മേടിച്ചു. Then the factor collect interest for the period. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 മാസമായിരുന്നു ഡ്യൂ ഡേറ്റ്. ആ 2 മാസത്തേക്ക് ഈ 1 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ആര് ചാർജ് ചെയ്യും, നമ്മുടെ ഫാക്ടർ ചാർജ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ള ഒരു റിസീവബിൾസ് ഫാക്ടർക്ക് വിൽക്കാം. അത് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാക്ടർ നമുക്ക് ക്യാഷ് തന്ന് സഹായിക്കുന്നു. ആ ക്യാഷിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ആര്, ഫാക്ടർ. എത്ര നാളത്തേക്കാണോ, 1 മാസത്തേക്കാണോ 2 മാസത്തേക്കാണോ 3 മാസത്തേക്കാണോ എത്ര മാസത്തേക്കായാലും കുഴപ്പമില്ല, ആ പീരീഡിനുള്ള ഇൻട്രസ്റ്റ് ആര് ചാർജ് ചെയ്യും, ഫാക്ടർ ചാർജ് ചെയ്യും. അതാണ് പറയുന്നത് ദ ഫാക്ടർ ഗീവ്സ് അഡ്വാൻസ് ടു ദ ക്ലയൻറ്റ് ആൻഡ് കളക്ട് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് അഡ്വാൻസ് ടു ദ ഡേറ്റ് ഓഫ് കളക്ഷൻ. എന്നാണ് നമ്മൾ ക്യാഷ് കൊടുത്തത് എന്നാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ ഡ്യൂ ഡേറ്റ് 2 മാസം ആയാലും ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ ചിലപ്പോൾ 4 മാസം എടുക്കും. അപ്പോൾ എത്ര മാസത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, 4 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, അപ്പോൾ നമ്മൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാക്ടറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ഓക്കെ, then the last one is undisclosed factoring. For sixth one is undisclosed factoring. Debtors of the client are not informed about factoring. The factor performs all services in the നെയിം ഓഫ് ക്ലയൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫാക്ടറിങ് നടത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നമ്മുടെ കസ്റ്റമറെ അറിയിക്കണം. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേരിലുള്ള ഡെപ്റ്റേഴ്സ് ഞാൻ ഇന്ന ഫാക്ടറിങ് നടത്തിയിട്ട് ഇന്ന കമ്പനിക്ക് AB ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഞാൻ സെല്ല് ചെയ്തു. ഇനി നിങ്ങളിലുള്ള ട്രാൻസാക്ഷനൊക്കെ AB ലിമിറ്റഡാണ് നടത്താൻ, എനിക്കിതിൽ പ്രത്യേകിച്ച് റോളില്ല എന്ന കാര്യം ആരറിയിക്കും, ക്ലയൻറ്റ് ആഫ്റ്റർ ഫാക്ടറിങ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കണം. ദെൻ നമ്മൾ അണ്ടർടേക്കൺ ചെയ്തേക്കുന്നത് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ റിവീൽ ചെയ്യില്ല, ആരോട് പറയില്ല, നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയില്ല. ഇങ്ങനെ ഫാക്ടറി നടത്തിയ കാര്യമൊന്നും കസ്റ്റമേഴ്സിനോട് പറയില്ല. നമുക്ക് പകരം ആര് വർക്ക് ചെയ്യും, ഫാക്ടറി വർക്ക് ചെയ്യും. നമ്മുടെ പേരിൽ, ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെ ഫാക്ടറി വർക്ക് ചെയ്യും. മെച്യൂരിറ്റി ഡേറ്റിലെ കസ്റ്റമർ നമുക്ക് കാശ് കൊണ്ടുവന്ന് ആ കാശ് നമ്മൾ ആർക്ക് എടുത്തു കൊടുക്കും, ഫാക്ടർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുക. ദാറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ് ഈസ് കോൾഡ് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ്. ഡെപ്റ്റേഴ്സ്
ഓഫ് ദി ക്ലയൻസ് ആർ നോട്ട് ഇൻഫോംഡ് അബൌട്ട് ദി ഫാക്ടറി. ക്ലയൻറ്റിൻ്റെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കസ്റ്റമേഴ്സ് ഈ ഫാക്ടറി നടത്തിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ദി ഫാക്ടർ പെർഫോംസ് ഓൾ ദ സർവീസസ് ഇൻ ദ നെയിം ഓഫ് ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ പേരിലാണ് ഫാക്ടറാണ് എല്ലാ പണികളും എടുക്കുന്നത്, പക്ഷേ ഇൻ ദ നെയിം ഓഫ് ക്ലയൻറ്റ്സ് നമ്മുടെ പേരിലായിരിക്കും ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറി. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ 3 ടൈപ്പ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഏതായിരുന്നു? അഡ്വാൻസ് ഫാക്ടറിങ്. ദ ക്ലയൻറ്റ് റിസീവ്സ് 80% ആസ് അഡ്വാൻസ് ആൻഡ് റിമൈനിങ് ഓൺ മെച്യൂരിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ദ ക്ലയൻറ്റ് റിസീവ്സ് അഡ്വാൻസ് ഫ്രം ദി ഫാക്ടർ ആൻഡ് ദ ഫാക്ടർ ചാർജസ് ഇൻട്രസ്റ്റ് ഫോർ ദി പീരീഡ്. Then last one is undisclosed factoring. The customers of the client are not informed about the factoring. The factor performs all the services in the name of client. നമ്മുടെ കസ്റ്റമേഴ്സ് ഇത് അറിയുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാക്ടർ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. അങ്ങനെ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഫാക്ടർ ചെയ്യുന്നു, പക്ഷെ ആരുടെ പേരിൽ തന്നെ? ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെ ചെയ്യുന്നു. മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമേഴ്സ് ക്ലയൻറ്റിന് തന്നെ കാശ് കൊണ്ട് കൊടുത്ത് ദെൻ ക്ലയൻറ്റ് ഇത് ഫാക്ടർക്ക് കൊടുക്കണം. മറ്റ് ടൈപ്പിലൊക്കെ എന്താ ഉണ്ടാവുക? മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമർ ആർക്കാണ് നേരിട്ട് കൊടുക്കുക? ഫാക്ടർക്ക് നേരിട്ട് കൊടുത്തോളൂ. നമുക്ക് പ്രത്യേകിച്ച് അതിൽ റോളില്ല. അൺഡിസ്ക്ലോസ്ഡിലും മാത്രമേ നമുക്കതിൽ റോളുള്ളൂ. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ദെൻ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക? ഫാക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് 6 ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. നേരത്തെ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനനുസരിച്ച് പഠിച്ചു വയ്ക്കാം. താങ്ക് യു.